എറണാകുളം മൂവാറ്റുപുഴയിൽ SIയെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതികളെ തിരിച്ചറിഞ്ഞു. വാഹനം ഇടിച്ചു വീഴ്ത്തിയത് ഇടുക്കി മണിയാറൻകുടി സ്വദേശി മുഹമ്മദ് ഷെരീഫാണെന്ന് പോലീസ് പറഞ്ഞു. തൊടുപുഴ വെങ്ങല്ലൂർ സ്വദേശി ആഫീസ് നിസാറാണ് മറ്റൊരു പ്രതി. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികളുടെ 3 സുഹൃത്തുക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ലാൽ കൃഷ്ണൻ വിശദാംശങ്ങളുമായി. ലാൽ, ഏറ്റവും പുതിയ വിശദാംശം എന്താണ്? ഇപ്പോൾ ഈ പ്രതികളെ തിരിച്ചറിയുന്നു എന്നതിലേക്ക് എത്തിച്ചേരുന്നുണ്ടല്ലോ, അവരുടെ വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിട്ടല്ലോ. പ്രതികളെ തിരിച്ചറിഞ്ഞു എന്നതിനപ്പുറം പ്രതികളെ പിടികൂടാൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല എന്നൊരു സംഭവം കൂടിയുണ്ട്. പ്രതികൾ നിരീക്ഷണത്തിലാണ് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം. പക്ഷേ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ ഇതുവരെ പോലീസ് പുറത്തേക്ക് വിടാനും തയ്യാറായിട്ടില്ല. മുഹമ്മദ് ഷെരീഫാണ് വാഹനം ഓടിക്കുകയും SIക്ക് ഈ സാരമായ പരിക്കേൽക്കുകയും ചെയ്തത് എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. ഇയാൾ കാറ് എടുത്തുകൊണ്ട് ഒളിവിൽ പോവുകയായിരുന്നു. ഇയാളുടെ ഒപ്പം ഉണ്ടായിരുന്ന ആഫീസ് നിസാർ ഓടി രക്ഷപ്പെട്ടയാളാണ്. ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ പോലീസ് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ വീണ്ടും നടത്തുന്നുണ്ടായിരുന്നു. സംഭവം നടന്ന് മണിക്കൂറുകൾ പിന്നിടുമ്പോഴും പ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ മാത്രമാണ് പോലീസിൻ്റെ പക്കൽ ഇപ്പോഴും ലഭിച്ചിട്ടുള്ളത്. പ്രതികളെക്കുറിച്ചുള്ള സൂചനകൾ മാത്രം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പ്രതികളുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന 3 സുഹൃത്തുക്കളെ ഇന്നലെ മുതൽ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇവർക്ക് ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, ലഹരി സംഘങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബന്ധങ്ങളുണ്ട്. അത്തരത്തിലുള്ള ബിസിനസ് ഇവർ ചെയ്യുന്നുണ്ട് എന്നൊരു സൂചന കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ കല്ലൂർക്കാട് വച്ച് ലഹരി വിൽപ്പനയ്ക്ക് എത്തിയപ്പോഴാണ് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നതും ഈ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതുമാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഊർജിതമാക്കിയതിനോടൊപ്പം തന്നെ സംഭവത്തിൽ വിശദമായൊരു അന്വേഷണത്തിന് കൂടി മുതിരുന്നുണ്ട്. കാരണം ഈ സംഭവം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഇപ്പോൾ നിലവിൽ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ള 3 പേരുമായിട്ടും 2 പ്രതികൾ സംസാരിച്ചിരുന്നു, അവരുമായിട്ട് ആശയവിനിമയം നടത്തിയിരുന്നു, ഒരുമിച്ചിരുന്ന് മദ്യപിച്ചിരുന്നു എന്നീ കാര്യങ്ങളൊക്കെയാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഏത് രീതിയിലാണ്, എന്തെല്ലാം ഇടപാടുകളാണ് ഇവരുടേതുള്ളത്, ഇവർ പോകാനുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതെല്ലാം വിശദമായി പരിശോധിക്കുന്നുണ്ട്. പ്രതികളുടേത് എന്ന് കരുതി കയ്യിൽ ലഭിച്ചിരിക്കുന്ന നമ്പറുകളെല്ലാം തന്നെ നിലവിൽ സ്വിച്ച് ഓഫ് ആണ്. ഇവർ ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ തന്നെ, പ്രത്യേകിച്ച് ഇടുക്കി മണിയാറൻകുടി സ്വദേശിയാണ്. ആ മേഖലകളിൽ എവിടെയെങ്കിലും തന്നെ ഒളിവിൽ കഴിഞ്ഞിരിക്കാനാണ് സാധ്യത എന്ന് പോലീസ് പറയുന്നുണ്ട്. അതേസമയം പ്രതികളെക്കുറിച്ച് കൃത്യമായി വിവരമുണ്ടെന്നും അവർ കസ്റ്റഡിയിലാണ് എന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടും പുറത്തുവരുന്നു. അതാണ് ലാൽ കൃഷ്ണനാണ് തൊടുപുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.